ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ പപ്പിച്ചിയുടെ ഹെൻ ഹൗസ്, ഞങ്ങളുടെ ചെറിയ ഒരു കോഴി ഫാമിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ പോയി നോക്കട്ടെ, കോഴികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടോ, ഫുഡ് കഴിച്ചിട്ടുണ്ടോ, എന്താ കുസൃതി കാട്ടുണ്ടോ കോഴിക്കൂട്ടിൽ, നോക്കട്ടെ. അതിനു മുന്നേ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ സൂത്രം എടുക്കണം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പപ്പച്ചി എടുക്കുന്നതുകൊണ്ട് ഞാനിതെടുത്ത് നടക്കുന്നുണ്ട്. പടിയൊന്നും കയറാൻ ഇവൂട്ടന് വയ്യ. പപ്പച്ചി എന്നെ ഇട്ടിട്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അഞ്ചുക്കോ ആണെങ്കിൽ മൈൻഡ് ആക്കണില്ല. അഞ്ചുക്കോ ഫോണിലാണ്. ഫോണിൽ എന്താ ചെയ്യുന്നേ? നെവർ മൈൻഡ്, ഞാൻ എന്തായാലും നടക്കാം കിട്ടിയതുകൊണ്ട്. ഓക്കേ, ഇതിവിടെ കിടക്കട്ടെ. ഞാൻ നേരെ കോഴിക്കോട്ടിൽ പോവാ. ബാക്കി ആരാന്ന് വെച്ചാൽ എടുക്കട്ടെ. ഈ കോഴിക്കോട് എത്തി. പതുക്കെ കോഴിക്കോട് തുറക്കണ്ട. ഹായ് ഹെൻസ്, എല്ലാവർക്കും സുഖമാണോ? ഇനി വീട്ടിന് എല്ലാവരും ഒന്ന് പിടിക്കട്ടെ. സുഖമാണോ നോക്കട്ടെ. ഇന്ന് എല്ലാത്തിനും പരിപ്പ് ഞാൻ ഇളക്കണ്ടേ. എല്ലാവരും ഫുഡ് കഴിക്കി. ഒരു കോഴീനെ പോലെ പിടിക്കാൻ കിട്ടണില്ലല്ലോ. ഇവിടെ വാ, ഇവിടെ വാടാ. ഒരുത്തനും വരുന്നില്ലല്ലോ കള്ളക്കുറുക്ക. എവിടെ? ഒറ്റ കോഴിയും വരുന്നില്ലല്ലോ. കൂട്ടിന് സങ്കടമാവുണ്ടല്ലോ. എന്താ ചെയ്യാ? സാരമില്ല, ഒന്നിനെ കയ്യിൽ കിട്ടും. വാട ഇവിടെ. വാല് കിട്ടി. വിട്ടു പേച്ചു പോയി വീട്ടൻ. അങ്ങനെ വീട്ടൻ കുഴഞ്ഞു. കോഴികൾ ഫുഡ് കഴിക്കണ്ട. ഇനി ഈ കല്ലിൻ്റെ മേലിൽ കുറച്ച് നേരം ഒന്ന് കയറി നിൽക്കാം. കാലിൽ കോഴീൻ്റെ അപ്പിയൊക്കെ ആവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കഴുകി കളയാം നമുക്ക്. അവിടെ ഒരു കയറ് കണ്ടല്ലോ, ഇനി അതിൽ പിടിക്കാം. ഇറങ്ങാം. അതിൻ്റെ ഇടയ്ക്ക് പപ്പച്ചി വരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഇനി എന്തിനാണാവോ? എന്തായാലും ഒരു ഇതിട്ടേക്കാം. ഒരു കോഴീനെ കിട്ടി. അതിനെ വിട്ടു. ചിലപ്പോൾ അതെന്നെ കുത്തും ഗായ്സ്. അങ്ങനെ ഇരിക്കെ ഒരു മുട്ട കിട്ടി ഗായ്സ്. അതൊന്ന് തുടച്ചേക്കാം. പോകുന്നില്ലല്ലോ ചെളി, എന്നാൽ ഒന്ന് ഊതിയേക്കാം. ഓക്കെ, ഇനി അഞ്ചുക്കൂടെ കയ്യിൽ കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? പോയാലോ തിരിച്ച്? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഈ കോഴികളൊന്നും മൈൻഡ് ആക്കുന്നില്ല, ഒന്നിനും അനുസരണയില്ലേ. എല്ലാം ഏത് നേരം കഴിക്കണമെന്നൊരു വിചാരമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇതിനെ കിട്ടി, അതിനെടുത്ത് അങ്ങോട്ട് വിട്ടു. ഇനി ഇവിടെ കൂറുന്നതിൽ നേരെ നിന്നിട്ടുണ്ടെങ്കിൽ പപ്പച്ചി ഇങ്ങോട്ടെന്നെ സൂപ്പാക്കും. അഞ്ചുക്കോനെയും കൂട്ടി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. വേറൊരു കോഴീനെയും കിട്ടിയ അവസരമല്ലേ, അതിനെയും പിടിക്കാം. പക്ഷെ വീട്ടിൽ കയറണമെങ്കിൽ ഇനിയിപ്പം പപ്പച്ചി ഡോറ് തുറന്ന് തരാം. പപ്പച്ചി പറഞ്ഞു പൊക്കോളാൻ. ഞങ്ങൾ കൈകാലുകൾ കഴുകുകയാണ്. ഞാൻ കഴുകിയിട്ട് ശരിയാഞ്ഞുകൊണ്ട് പപ്പച്ചി എൻ്റെ ചെരുപ്പൊക്കെ കഴുകി തരുന്നുണ്ട്, കൈ കഴുകി തരുന്നുണ്ട്. ഞങ്ങളിനി നേരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇന്നത്തെ ഈ വീട്ടിൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഈ വീട്ടിൽ ഇന്ന് എത്ര എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പ്ലീസ് സപ്പോർട്ട് മീ. Please like and share my channel. Thank you so much.